വ്ളോഗ്സ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് അടയില്ലാതെ അവൽ കൊണ്ട് ഒരു പാലട പായസത്തിൻ്റെ ഒരു മോഡലിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. നല്ല സ്വാദാണ്. നിങ്ങൾക്ക് അട കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരെല്ലാം ഇനി നിങ്ങൾ ഈ അവൽ കൊണ്ട് തന്നെ അട പായസത്തിൻ്റെ ഒരു സെയിം സ്വാദിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിപ്പം 1.5 ലിറ്റർ പാൽ വേണം. 1.5 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളവുമാണ് എടുക്കുന്നത്. നമ്മുടെ പായസം പിങ്ക് പാലട പായസമാണ്, പിങ്ക് അവൽ പായസമാണ്. അതായത് നമ്മുടെ പാല് പിങ്ക് കളറിലിരിക്കും. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് പാല് ഒന്ന് പിങ്ക് കളറാക്കാം. അതിനായിട്ട് നമുക്ക് കുക്കറിൽ 1.5 ലിറ്റർ പാലും കുക്കറിൽ ആഡ് ചെയ്യാം. അപ്പോൾ 1.5 ലിറ്റർ പാലും ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/2 ലിറ്റർ വെള്ളം കൂടെ ആഡ് ചെയ്യാം. 1/2 ലിറ്റർ വെള്ളം ആഡ് ചെയ്യണമുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും കുക്കർ എടുക്കുമ്പോൾ കുറച്ച് വലിപ്പമുള്ളത് എടുക്കണം. അതായത് നമുക്കിപ്പം 1.5 ലിറ്റർ പാല് പ്ലസ് 1/2 ലിറ്റർ വെള്ളം. അപ്പോൾ ഈ 2 ലിറ്റർ നമുക്ക് ഈ പാൽ പായസം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് മിനിമം ഒരു 5 ലിറ്ററിൻ്റെ കുക്കറെങ്കിലും ഇരിക്കണം. 5 ലിറ്ററിൻ്റെ താഴെയുള്ള കുക്കർ എടുത്തുകൂടാ. ഒരു 5 ലിറ്ററിന് മുകളിൽ 5 or 10 ഇരുന്നാലും കുഴപ്പമില്ല. പക്ഷേ മിനിമം 5 ലിറ്ററെങ്കിലും അത് കുക്കറിൻ്റെ അളവിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്കിത് ഒന്ന് തിളക്കട്ടെ. പാല് തിളച്ചിട്ട് നമുക്ക് അടച്ച് ഒരു 1 hour ലോ ഫ്ലെയിമിൽ അങ്ങനെ വെക്കണം. അപ്പോൾ അത് പാല് തിളക്കട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. എൻ്റെ പാലിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ നല്ലപോലെ തിളച്ചിട്ട് ഞാനിപ്പോൾ വലിയ ബർണറിൽ വെച്ചിട്ടാണ് തിളപ്പിക്കുന്നത്. ഇത് ഇനി ചെറിയ ബർണറിൽ വെച്ച് ലോ ഫ്ലെയിമിലാണ് ആക്കാൻ പോണത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് തിളച്ചിട്ട് നമുക്ക് സ്റ്റവ് ചെറിയ ബർണറിലോട്ട് മാറ്റാം. നമ്മുടെ പാലിപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അതായത് തിളയ്ക്കാൻ തുടങ്ങി ഒരു 5 minutes വരെ നിങ്ങളിങ്ങനെ ലോ ഫ്ലെയിമിൽ, അതായത് ഞാൻ എൻ്റെ വലിയ ബർണറിൽ ലോ ഫ്ലെയിമിലാണ്, എൻ്റെ സ്റ്റവിലാണെങ്കിൽ ഹൈ ലോ 2 ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൽ എൻ്റെ വലിയ ബർണറിൽ ലോ ഫ്ലെയിമിൽ വെച്ച് 5 minutes ഇങ്ങനെ തിളയ്ക്കാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതിപ്പോൾ ചെറിയ ബർണറിലേക്ക് മാറ്റുകയാണ്. ഞാനിപ്പോൾ ചെറിയ ബർണറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. നമുക്കിനി അടച്ച് വയ്ക്കാം. അടച്ച് വാഷർ വിസിൽ എല്ലാം വെച്ചിട്ടാണ് അടയ്ക്കണത്. ഇത് നമുക്ക് ശകലവും പ്രഷർ പുറത്ത് പോകാൻ പാടില്ല. അതായത് അങ്ങനെ 1 hour നിങ്ങൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് പ്രഷർ പോകുമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒരു ടിപ്പ് പറയാം. നിങ്ങളുടെ ഈ വാഷർ ഇരിക്കണമല്ല, വാഷറിൽ അല്പം ഗീ ഒന്ന്, പായസം ആയതുകൊണ്ട് ഗീ പുരട്ടി വയ്ക്കണം. നിങ്ങൾ പായസം അല്ല വേറെ എന്തെങ്കിലും ഡിഷ് ഉണ്ടാക്കണമെങ്കിൽ ഓയിൽ പുരട്ടി വെച്ചാൽ മതിയാകും. ഇപ്പോൾ പായസം ആയതുകൊണ്ട് ഇതിലല്പം ഗീ പുരട്ടിയിട്ട് നിങ്ങൾ അടച്ച് വെക്കുകയാണെങ്കിൽ അല്പവും പ്രഷർ പുറത്ത് പോകത്തില്ല. ചെറുതായിട്ട് പ്രഷർ പോകുമെന്ന് ഡൗട്ടുള്ളവർ മാത്രം ഇങ്ങനെ ചെയ്യുക. നമുക്കിനി അടച്ച് വെച്ച് കറക്റ്റായിട്ട് 1 hour നമുക്ക് കുക്ക് ചെയ്യാം. എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലോ ഫ്ലെയിമിൽ തന്നെ 1 hour കുക്ക് ചെയ്യണം. അപ്പോൾ അകത്ത് നിങ്ങൾ ചെറിയ സൗണ്ട് വന്നുകൊണ്ടിരിക്കണം എപ്പോഴും. അതായത് വെരി ലോയിൽ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ അകത്ത് സൗണ്ട് ഇല്ലാതിരിക്കുക, അങ്ങനെ ഇരിക്കരുത്. അകത്ത് ഒരു ചെറിയ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ തന്നെ അകത്ത് അതിൻ്റെ പ്രോസസ്സ് നടക്കണുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഒരു 1 hour നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. അങ്ങനെ ലോ ഫ്ലെയിമിൽ 1 hour വെച്ചിരിക്കുകയാണെങ്കിൽ 1 hour കഴിഞ്ഞിട്ട് നമുക്ക് എഗെയിൻ തുറക്കണ്ട, എഗെയിൻ 1 hour കൂടെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് 1 hour ആയിട്ടുണ്ട്. ഇത് അങ്ങനെ നിങ്ങളൊന്നും ടച്ച് ചെയ്യണ്ട, അങ്ങനെ ഇരിക്കട്ടെ. പതുക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. 1 hour നമുക്ക് സ്റ്റവിൽ വെച്ച് ഫ്ലെയിം ഓണിലിരിക്കട്ടെ. നെക്സ്റ്റ് 1 hour ഫ്ലെയിം ഓഫിൽ വെച്ചിരിക്കണം. അതായത് ഇങ്ങനെ നമുക്ക് പൊക്കി എവിടെയെങ്കിലും ഒരു നിങ്ങൾ ഷേക്ക് ചെയ്യാത്ത സ്ഥലത്തിൽ വയ്ക്കുകയാണെങ്കിൽ അത് 1 hour അങ്ങനെ പതുക്കെ ഇരുന്നോളും. അപ്പോൾ ടോട്ടലായിട്ട് 2 hours ആണ് അതിന് കൊടുക്കുന്നത്. 1 hour കുക്കിംഗ് ടൈം, 1 hour റെസ്റ്റ് ടൈം. അപ്പോൾ അങ്ങനെ 2 hours കഴിഞ്ഞ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് പിങ്ക് കളറിലിരിക്കും. അപ്പോൾ ഞാൻ അത് 2 hours കഴിഞ്ഞിട്ട് എഗെയിൻ 1 hour കൂടെ കഴിഞ്ഞിട്ട് കാണിക്കാം. പക്ഷേ ഞാൻ ഇപ്പോൾ ഇത് ഇന്നല്ല പായസം ഉണ്ടാക്കാൻ പോണത്, എനിക്ക് നാളത്തെ ഒരു ആവശ്യത്തിനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ പായസമാണെങ്കിൽ ഇത് പാല് പിങ്ക് കളർ ആക്കുന്നതിനാണ് കുറച്ച് സമയം എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പാൽ ഇന്ന് പിങ്ക് കളറാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ മോർണിംഗ് തന്നെ എനിക്ക് ഇത് പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. അതായത് എനിക്ക് കുറേ പണികളുണ്ട്. അപ്പോൾ നാളെ ഈ പണിയും കൂടെ ആകുമ്പോൾ എനിക്ക് ശരിയാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഇപ്പോൾ പാല് പിങ്ക് കളറാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ മറ്റുള്ള പ്രോസസ്സൊക്കെ എളുപ്പത്തിൽ തന്നെ കഴിയും. ഞാൻ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അതായത് ഞാൻ ഇപ്പം 1 hour കുക്ക് ചെയ്തിട്ട് അടുത്ത് 1 hour അത് സെറ്റാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി 2 hours ആയി. 2 hours കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കളറെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കളർ കാണുന്നുണ്ട്, വൈറ്റ് അല്ല, ഒരു പിങ്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു പീച്ച് കളറാണ്. പക്ഷെ നമുക്കെല്ലാം പിങ്ക് കളർ എന്നാണ് പറയണത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് നാളെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനിതിപ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നാളെ എടുത്ത് ഉണ്ടാക്കും. അതായത് നമുക്ക് ഈ പാല് പിങ്ക് ആക്കാൻ തന്നെ സമയമെടുക്കും, അല്ലാതെ നമുക്ക് പായസം ഉണ്ടാക്കാൻ എളുപ്പത്തിലാകും. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇപ്പോൾ പിങ്ക് കളർ ആക്കി വെച്ചിട്ട് നെക്സ്റ്റ് ടുമാറോ ഞാൻ ഉണ്ടാക്കി കാണിക്കാം. നമുക്കിനി പായസം റെഡിയാക്കാം. ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
മിൽക്ക് പാലിൻ്റെ കളർ മാറി ഇപ്പോൾ മറ്റേ പിങ്ക് കളറല്ല പീച്ച് കളറാണ്, പക്ഷേ പിങ്ക് പായസം എന്നാണ് നമുക്ക് പറയണത്. അപ്പോൾ അവൽ പായസം ഉണ്ടാക്കാനായിട്ട്, അതായത് പാലട പായസത്തിൻ്റെ സെയിം ടേസ്റ്റിലുള്ള അവൽ പായസമാണ്. അതേക്കാളും മധുരം കൂടുതലാണ് പറയാൻ പോയാൽ. പണി എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഈ പാല് നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ പണി കഴിയും. ഞാൻ ഇപ്പോൾ ബ്രൗൺ കളർ അവലാണ്. തിക്കായിരുന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കും, പക്ഷേ എനിക്ക് തിൻ അവലാണ്. ഞാൻ ഇത് വാഷ് ചെയ്ത് ഇപ്പോൾ ഒരു നെറ്റിൽ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്, അതായത് നല്ല സോക്കായിട്ടുണ്ട്. നമുക്കിനി ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇപ്പം പായസം ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം, നോൺ സ്റ്റിക്ക് ആയാലും എടുക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കാം. ഏത് പാത്രമായാലും കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ ബോട്ടം നല്ല തിക്കായിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ തന്നെ നല്ലവണ്ണം നിങ്ങൾക്ക് കുക്കിംഗ് വരും. നമ്മുടെ ഗീ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന അവലിടാം. നിങ്ങൾ ബ്രൗൺ അവലാണെങ്കിൽ നല്ലതാണ്, വൈറ്റ് ആയാലും കുഴപ്പമില്ല, പക്ഷേ ബ്രൗൺ ആണ് കുറച്ചുകൂടെ ആ കളറ് എല്ലാം നമുക്ക് വരുന്നത്. ഒന്നൊരു 5 മിനിറ്റ്സ് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ തന്നെ ഒരു 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ മിൽക്ക് ചൂടാക്കുമ്പോൾ ഷുഗറൊന്നും ഇട്ടിട്ടില്ല. ഇപ്പോൾ 1/2 കപ്പ് ഇടുന്നുണ്ട്. നമുക്ക് നോക്കി പോരുന്നതുണ്ടെങ്കിൽ പിന്നീട് ഇടാം. കൂടിപ്പോയാൽ പിന്നെ നമുക്ക് അത് കുറയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ആ അവലിൻ്റെ ഒന്ന് പച്ച സ്മെൽ മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്യും. പഞ്ചസാരയൊക്കെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് ഒഴിക്കേണ്ട, അതായത് കട്ടിയാകുമ്പോൾ നിങ്ങൾ കട്ടി ഉടയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആദ്യം കുറച്ചൊഴിക്കാം. അപ്പോൾ കുറച്ചൊഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ കട്ടകൾ നമുക്ക് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ പാൽ ഇതുപോലെ മുമ്പിലെ ദിവസം ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇത് ഒരു 10 മിനിറ്റിൽ തന്നെ നിങ്ങളുടെ പണി കഴിയും. അപ്പോൾ നിങ്ങളിങ്ങനെ തിരക്കുള്ള ദിവസം നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ എളുപ്പത്തിൽ തന്നെ കഴിയും. ഇപ്പോൾ എനിക്കിവിടെ കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ യെസ്റ്റർഡേ ഞാൻ പാലുണ്ടാക്കി വെച്ചത്. ഇപ്പം തന്നെ എൻ്റെ പണി കഴിയും. എല്ലാം ഉടഞ്ഞിട്ടുണ്ട്, എല്ലാം കാണണമല്ല. ഇനി നമുക്ക് ബാക്കി പാല് കൂടെ ഇതിൽ ഒഴിക്കാം. എല്ലാ പാലും ഒഴിച്ചിട്ടുണ്ട്. എളുപ്പത്തിൽ തന്നെ നോക്കാവും. ഇനി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇടുക, ഇത് തിളപ്പിച്ചിട്ട്. ഇത്രയേ ഉള്ളൂ. പഞ്ചസാര നോക്കുക, നിങ്ങൾക്ക് പോരെന്നുണ്ടെങ്കിൽ കുറേ കൂടെ പഞ്ചസാര ആഡ് ചെയ്യാം. ഒരു ശകലം ഉപ്പിടാം. തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 നുള്ള് ചുക്കുപൊടിയും കുറച്ച് ഏലക്കാപ്പൊടിയും ഇടാം. നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് നട്ട്സ് കൂടെ ഫ്രൈ ചെയ്ത് ആഡ് ചെയ്യാം. നിങ്ങളിത് ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കണമെന്ന് വിചാരിക്കേണ്ട, ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടെ തിക്കായിക്കോളും. ഞാൻ കുറച്ച് റൈസിനും കാഷ്യൂനട്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം, പക്ഷെ പായസത്തിൽ കുറച്ച് ഇടുമ്പോഴാണ് സ്വാദ്. നിങ്ങളപ്പോൾ മധുരം നോക്കുക. ഞാൻ അല്പം കൂടെ മധുരം ഇട്ടായിരുന്നു, നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരം ഇടുക. അപ്പം നമുക്ക് എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് തണുത്തിട്ട് വിളമ്പാം. അപ്പം നമ്മുടെ ടേസ്റ്റിയായ പിങ്ക് അവൽ പായസം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ആ പാല് കുക്ക് ചെയ്യാൻ മാത്രമേ സമയമാവുള്ളൂ. നിങ്ങൾ പാല് മുമ്പിലത്തെ ദിവസമേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഒരു 10-15 മിനിറ്റ് തന്നെ പായസം റെഡിയാകും. അപ്പോൾ പാല് നമുക്ക് ആ കളർ മാറ്റണം. ആ 2 hours, അതായത് കുക്കിംഗ് ലോ ഫ്ലെയിമിലിട്ട് 1 hour, നെക്സ്റ്റ് തണുക്കാനായിട്ട് 1 hour, അതായത് ഓപ്പൺ ചെയ്യാതെ അങ്ങനെയും നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് 1 hour, അങ്ങനെ ടോട്ടൽ 2 hours. അത് കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇപ്പം നിങ്ങളിങ്ങനെ കാണുമ്പോൾ കളർ കാണില്ല, പക്ഷേ ഗ്ലാസ്സിൽ സൈഡിൽ കാണുമ്പോൾ കാണുന്നുണ്ട് പിങ്ക് കളറ്. അതാണ് പിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു പീച്ച് കളറാണ്. നമുക്കത് പിങ്ക് എന്നാണ് പറയണത്. ഞാൻ മുകളിൽ ഈ നട്ട്സൊക്കെ ഫ്രൈ ചെയ്തിട്ടതുകൊണ്ടാണ് ആ മുകളിൽ ആ ഗീയുടെ ഇത് ഇരിക്കുന്നത്. ഇപ്പോൾ സൈഡൊക്കെ കാണുമ്പോൾ നിങ്ങൾ കളർ ചേഞ്ച് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്